ഹലോ ഗൈസ്, ഇന്നലെ നമ്മൾ കുമ്പിളൊക്കെ കുത്തിയിട്ട് നമ്മൾ ചീര വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സുന്ദരി ചീര, മയിൽപ്പീലി ചീര, റെഡ് ചീര, അങ്ങനെ എല്ലാത്തിൻ്റെയും സീഡുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും കുമ്പിളൊക്കെ കുത്തിയിട്ട് കുറച്ച് സീഡുകൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു വെച്ച സീഡുകൾ ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കി സൂക്ഷിച്ച് വെക്കും. അങ്ങനെയാണ് ഞാൻ വിത്തുകൾ സൂക്ഷിച്ച് വെക്കണേ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ എടുത്തിട്ട് ഇന്ന് നടാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഇന്നലെ എടുത്ത മണ്ണ് ബാലൻസ് ഉണ്ടായിരുന്നു. ആ മണ്ണിൽ നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതിൽ നമ്മൾ പിന്നെ ആഡ് ചെയ്തത് ചകിരിച്ചോറും കോഴിക്കാഷ്ടമാണ് കേട്ടോ. ജൈവവളങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇന്നലെ ആ വളം മാത്രമേ നമുക്കിവിടെ കോഴി വളർത്തലുള്ള കാരണം ആ വളം എപ്പോഴും ഉണ്ടാവും. അത് കാരണം അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് ദേ കുമ്പിളിൽ നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ വിത്തും കുറച്ച് വഴുതനങ്ങയില്ലേ, വെറൈറ്റീസ് ആയിട്ടുള്ള വഴുതനങ്ങയുടെയും വിത്തുകളാണ് നമ്മളിന്ന് നടാൻ പോണത് കേട്ടോ. അതിൽ ബ്ലാക്ക് വഴുതനങ്ങയുണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മുളച്ച് നട്ട് അതിലൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ വേരൊന്നും ഇളകാതെ തന്നെ നട്ടു കൊടുക്കാം. പിന്നെ ഇങ്ങനെ കുമ്പിളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ മഴ നനയാത്ത സ്പേസ് നോക്കി അവിടെയാണ് വെക്കണതെന്ന് വെച്ചാൽ മഴവെള്ളം കുത്തി വീണ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് മുളച്ച് പൊന്തുമ്പോൾ ഒക്കെ നാശമായി പോകട്ടോ. അപ്പം മഴ നനയാതെ അത്യാവശ്യം വെയിലും ഇങ്ങനെ ഷെയ്ഡ് അടിക്കണ പോലെ ഉള്ള സ്ഥലങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റായി കിട്ടും. മണ്ണ് സെറ്റാക്കി എടുക്കുമ്പോൾ നമ്മൾ ജൈവകൃഷിയാണല്ലോ ചെയ്യണം. അപ്പോൾ ജൈവപരമായ എല്ലാ വളങ്ങളും അതിൽ ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് കോഴിക്കാഷ്ടം മാത്രമേ വളമായിട്ടുള്ളൂ. അത് കാരണം ഞാൻ അത് ചേർത്ത് കൊടുത്തത്. നമുക്കിനി ഇതിൽ ചാണകം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് അതൊക്കെ ചേർത്ത് ഒരു ചെറിയ അനുപാതത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ വിത്ത് മുളച്ച് പൊന്തുമ്പോൾ നല്ല കരുത്തോടെ തന്നെ വളർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടം സെറ്റായി കിട്ടും. നല്ല കരുത്തുള്ള തൈകളും ഒക്കെ വരികയാണെങ്കിൽ അത് മുളച്ച് പൊന്തുമ്പോൾ അത് സെറ്റായി കിട്ടുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും, പ്രചോദനമായിരിക്കും വീണ്ടും കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മണ്ണിൽ വെച്ചിട്ട് ഒരു ചട്ടിയിൽ വെറുതെ കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ ഉറപ്പിച്ച് വെക്കാനായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചെറുതായിട്ട് കുഴി എടുത്തിട്ട് അതിലിറക്കി വെച്ചാൽ മതി. ഇതിൻ്റെ വേരുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഈ മണ്ണിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിന് മുൻപ് നമ്മൾ മാറ്റി നടണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതികൾ. അപ്പം ഞാൻ ഇത് സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തൈകളൊക്കെ ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. പിന്നെ ഒന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം.